നമസ്കാരം, ഇത് IBN മലയാളം. ഫണ്ട് കിട്ടിയെന്ന് സമ്മതിച്ച് KUWJ, കൂടാതെ അത് വെളിപ്പെടുത്തിയതിന് K സുരേന്ദ്രന് ഭീഷണിയും. പത്രക്കുറിപ്പൊക്കെ ഇറക്കി ഷൈൻ ചെയ്യാൻ നോക്കിയതാ, പക്ഷേ സ്വന്തം കുഴി തോണ്ടുവാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതെയായിപ്പോയി. ഇനി നമുക്ക് ആ വെളിപ്പെടുത്തലിന്റെ പ്രസക്ത ഭാഗം ഒന്ന് നോക്കാം. പഠനയാത്രകൾക്കും പരിപാടികൾക്കുമായി ഫണ്ടുകൾ കൈപ്പറ്റുന്നവർ എല്ലാ വിഭാഗങ്ങളിലുമുണ്ട്. അതായത് നമ്മളും കൈപ്പറ്റിയെന്ന് അല്ലേ? എന്നിട്ടാണ് നമ്മുടെ സുരേന്ദ്രേട്ടനെ വിരട്ടുന്നത്. അതിനെയെല്ലാം രാജ്യത്തെ അട്ടിമറിക്കാനുള്ള ഫണ്ടായി ചിത്രീകരിച്ചാൽ സ്വന്തം പക്ഷത്തും ക്ഷതമേറ്റേക്കാമെന്ന് സുരേന്ദ്രൻ ഓർക്കുന്നത് നന്നായിരിക്കും. കുഴപ്പമില്ല, സുരേന്ദ്രേട്ടൻ ഓർത്തോളും. ഇനിയിപ്പം നാട് മൊത്തം ഓർത്തോളും. എന്തായാലും നിങ്ങൾ ഫണ്ട് വാങ്ങിയെന്ന് സമ്മതിച്ചത് നന്നായി. അല്ലേല് മുതലാളി കള്ളം പറയുവാണെന്ന് കരുതിയേനെ. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? ഞങ്ങൾ മാധ്യമപ്രവർത്തകരിൽ ചിലർ വിദേശ ഫണ്ടുകൾ പറ്റിയിട്ടുണ്ട്, അത് പഠനയാത്രകൾക്കും പരിപാടികൾക്കും വേണ്ടിയാണ് എന്ന് വരവ് വെച്ചാൽ മതി. അതായത് പഠനയാത്ര മനസ്സിലായെങ്കിലും പരിപാടികൾ എന്നെഴുതിയത് എന്താണെന്ന് മനസ്സിലായില്ല. ഈ പണം പറ്റലിനെ ദുരുദ്ദേശപരമായി ചിത്രീകരിച്ചാൽ താങ്കളും താങ്കളുടെ പാർട്ടിയും പെടും, പരിക്കും പറ്റും. ഫണ്ട് പറ്റിയ BJP-ക്കാരായ അഥവാ സഹയാത്രികരായ മാധ്യമപ്രവർത്തകരുടെ വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കളിച്ചാൽ മതി. ഇതിവിടെ നിർത്തിക്കോ എന്നു തന്നെയാണ് ഇതിൻ്റെ താല്പര്യം. ഇപ്രകാരം പഠനയാത്രകൾക്കും നേരത്തെ പറഞ്ഞ മട്ടിലുള്ള പരിപാടികൾക്കും ഫണ്ട് പറ്റിയ ആകെ മലയാളി മാധ്യമപ്രവർത്തകരെയും സ്ഥാപനങ്ങളുടെയും പേരുവിവരങ്ങൾ, വിശദാംശങ്ങൾ KUWJ-യുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാൻ വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന KUWJ-ക്ക് കഴിയുമോ? എങ്കിലത് ചെയ്തു കാണിക്കൂ, എന്നിട്ടാവാം ബാക്കി. അതും പോകട്ടെ, നിങ്ങൾ ഫണ്ട് പറ്റിയ എല്ലാ മഹാന്മാരെയും പേരും വിശദാംശങ്ങളും ഇടണം എന്നില്ല. പഠനയാത്രകൾക്കും പരിപാടികൾക്കുമായി ഫണ്ട് പറ്റിയ സുരേന്ദ്രൻ പക്ഷത്ത് അല്ലെങ്കിൽ BJP പക്ഷത്തുള്ളവർ ആരെന്ന് വെളിപ്പെടുത്താനുള്ള ധൈര്യമെങ്കിലും ഉത്തരവാദിത്തമെങ്കിലും KUWJ കാണിക്കാമോ? അത്തരക്കാരെ കുറിച്ച് അറിയുവാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. ആ മിടുക്കന്മാർ ആരെന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ല കാര്യമല്ലേ? സ്വന്തം പക്ഷത്തും ക്ഷതമേറ്റേക്കാം എന്നുള്ള ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രതികരണം BJP അനുഭാവമുള്ള എല്ലാവരെയും സംശയനിഴലിൽ നിർത്തി ചില കുറ്റവാളികളെ രക്ഷിച്ചെടുക്കാനുള്ള തന്ത്രം മാത്രമാണ്. ഇനി അങ്ങനെയും BJP-ക്കാരായ ചിലരുണ്ടെങ്കിൽ അവരെ വെച്ച് നടപടികളിൽ നിന്നും ഊരാമെന്ന വ്യാമോഹത്തിൽ ചിലരെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരക്കാരെ ആരെയെങ്കിലും സംരക്ഷിച്ചു പിടിക്കാനുള്ള താല്പര്യം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നുമില്ല. സുരേന്ദ്രേട്ടനും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഒട്ടും അറച്ചു നിൽക്കാതെ BJP-ക്കാരായ വിദേശ ഫണ്ട് പറ്റിയ ആ മാധ്യമപ്രവർത്തകരുടെ വിവരങ്ങൾ KUWJ പ്രസിദ്ധീകരിക്കുക. അല്ലാതെ അങ്ങനെയൊന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് നാണം കെട്ട പരിപാടിയാണെന്നും ഡോക്ടർ ഭാർഗവ് റാം ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.